വയനാടൻ മലനിരകളുടെ നെറുകയിൽ കോടമഞ്ഞു പുതച്ചുറങ്ങുന്ന ഒരു കൊച്ചു ഗ്രാമം. പുലർച്ചയുടെ തണുത്ത കാറ്റ് ആ ഗ്രാമത്തിലെ ഓലമേഞ്ഞ വീടുകളുടെ വിടവുകളിലൂടെ അരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. പ്രകൃതി അതിന്റെ മുഴുവൻ സൗന്ദര്യവും വാരി വിതറിയ ആ മലയോരത്ത് പക്ഷേ ദാരിദ്ര്യത്തിന്റെ കറുത്ത നിഴൽ വീണ ഒരു ചെറിയ കൂരയുണ്ടായിരുന്നു. ദേവികയുടെ വീട്. ചോർന്നൊലിക്കുന്ന മേൽക്കൂരയും അടർന്നു വീഴാറായ മൺചുവരുകളുമുള്ള ആ കൊച്ചു വീടിന്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ താഴെ വിശാലമായ താഴ്വര കാണാം. പ്രകൃതിയുടെ ആ മനോഹാരിതയൊന്നും ദേവികയുടെയോ അവളുടെ അമ്മ ഭവാനിയുടെയോ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. 23 വയസ്സുകാരിയായ ദേവികയുടെ കണ്ണുകളിൽ പക്ഷേ ആകാശത്തോളം വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ദാരിദ്ര്യത്തിന്റെ തീച്ചുളയിൽ ഇരിഞ്ഞടങ്ങിയപ്പോഴും തളരാത്ത പോരാട്ട വീര്യത്തിന്റെ തിളക്കം ആ കണ്ണുകളിൽ സദാ ജ്വലിച്ചു നിന്നു. അവളുടെ അച്ഛൻ രാഘവൻ ഗ്രാമത്തിലെ സർക്കാർ LP സ്കൂളിൽ ഒരു പ്യൂണായിരുന്നു. അച്ഛന്റെ ചെറിയ വരുമാനത്തിൽ കഴിഞ്ഞിരുന്ന ആ കുടുംബത്തിന്റെ താളം തെറ്റിയത് അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിതമായ മരണത്തോടെയാണ്. അച്ഛന്റെ വിയോഗത്തിന് ശേഷം വീടിന്റെ മുഴുവൻ ചുമതലയും അമ്മ ഭവാനിയുടെ ചുമലിലായി. ചുറ്റുവട്ടത്തുള്ള വീടുകളിൽ പാത്രം കഴുകിയും റബ്ബർ തോട്ടത്തിൽ പണിയെടുത്തും അവർ മകളെ പഠിപ്പിച്ചു. ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങൾക്കിടയിലും ദേവിക പഠനത്തിൽ പിന്നിലായിരുന്നില്ല. പ്രതിസന്ധികൾ അവളെ തളർത്തുകയല്ല, മറിച്ച് കൂടുതൽ കരുത്താക്കുകയാണ് ചെയ്തത്. അടുക്കളയിലെ പുകയുന്ന വിറകടുപ്പിന് മുന്നിലിരുന്ന് ഭവാനി തുടർച്ചയായി ചുമയ്ക്കുന്നുണ്ടായിരുന്നു. പഴയൊരു മരമേശയ്ക്ക് മുന്നിലിരുന്ന് ദേവിക ആ കടലാസ് തുണ്ടിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നത്തിലേക്കുള്ള വാതിൽ തുറക്കുന്ന താക്കോലായിരുന്നു അത്. IAS ഇന്റർവ്യൂവിനുള്ള കോൾ ലെറ്റർ. കീറിപ്പറഞ്ഞ പഴയ പുസ്തകങ്ങൾക്കിടയിൽ തിളങ്ങി നിൽക്കുന്ന ആ ഔദ്യോഗിക കടലാസിലേക്ക് നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മോളെ. പുറകിൽ നിന്നുള്ള അമ്മയുടെ വിളി കേട്ട് അവൾ ചിന്തകളിൽ നിന്നുണർന്ന് തിരിഞ്ഞു നോക്കി. ഇന്ന് തന്നെ നഗരത്തിലേക്ക് തിരിക്കണമല്ലേ? അമ്മയുടെ ചോദ്യത്തിൽ ഒരേ സമയം ഉത്കണ്ഠയും സ്നേഹവും നിറഞ്ഞു നിന്നു. അതെ അമ്മേ, ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസമാണ്. അച്ഛൻ ഇന്നുണ്ടായിരുന്നെങ്കിൽ എത്ര സന്തോഷിച്ചേനെ. ദേവികയുടെ വാക്കുകൾ ഇടറി. ഭവാനി തന്റെ മുണ്ടിന്റെ കോന്തലയിൽ കെട്ടിവെച്ചിരുന്ന ചുളിവി വീണ കുറച്ച് രൂപയെടുത്ത് അവളുടെ നേരെ നീട്ടി. ഇത് വെച്ചോ മോളെ, യാത്രയ്ക്ക് ആവശ്യമായി വരും. ദേവികയ്ക്ക് അറിയാമായിരുന്നു അത് അമ്മയുടെ മരുന്നായി മാറ്റിവെച്ച പണമാണെന്ന്. കഴിഞ്ഞ കുറച്ചു നാളുകളായി അമ്മയുടെ ചുമ വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് മരുന്ന് വാങ്ങേണ്ടതല്ലേ? അവൾ സങ്കടത്തോടെ ചോദിച്ചു. തന്റെ ചുമ സാരി തലപ്പ് കൊണ്ട് ഒളിച്ചു വെക്കാൻ ശ്രമിച്ച് അമ്മ പറഞ്ഞു, അതൊക്കെ നീ ഇന്റർവ്യൂ കഴിഞ്ഞു വരുമ്പോൾ വാങ്ങാം. എന്റെ മോളിത് വാങ്ങി വെക്ക്. ദാരിദ്ര്യം മനുഷ്യനെ എത്രത്തോളം നിസ്സഹായരാക്കുന്നു എന്ന് ദേവിക ഒരിക്കൽ കൂടി തിരിച്ചറിഞ്ഞു. ആ പണം വാങ്ങുമ്പോൾ അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. യാത്രയ്ക്കായി അവൾ പഴയൊരു ചുരിദാർ എടുത്തു വെച്ചു. കോളേജിലെ അവസാന വർഷം അമ്മ ആരുടെയോ കയ്യിൽ നിന്ന് കടം വാങ്ങി തുന്നിച്ചു കൊടുത്തതാണ് ആ ചുരിദാർ. പലയിടത്തും തുന്നൽ വിട്ടിരുന്നു. ഷാളിൽ ചെറിയ നിറവ്യത്യാസങ്ങളും പാടുകളും വന്നിരുന്നു. ഗ്രാമത്തിലെ ചില പെണ്ണുങ്ങൾ അവളെ കാണുമ്പോൾ കളിയാക്കാറുണ്ടായിരുന്നു. IASകാരിയാകാൻ പോകുന്നു, സ്വന്തമായിട്ട് നല്ലൊരു ഉടുപ്പിടാൻ ഗതിയില്ലാത്തവൾ എന്നൊക്കെ. പക്ഷെ അതൊന്നും അവളുടെ ആത്മവിശ്വാസത്തെ ബാധിച്ചിരുന്നില്ല. പഴയ പ്ലാസ്റ്റിക് ഫയലിൽ സർട്ടിഫിക്കറ്റുകൾ അടുക്കി വെച്ച് അച്ഛന്റെ ഒരു പഴയ ഫോട്ടോയും നെഞ്ചോട് ചേർത്ത് അവൾ യാത്ര പറഞ്ഞിറങ്ങി. ഗ്രാമത്തിലെ ഇടവഴികളിലൂടെ അവൾ നടന്നു നീങ്ങുമ്പോൾ ചുറ്റുമുള്ളവരുടെ കുത്തിനോവിക്കുന്ന നോട്ടം അവളെ പിന്തുടർന്നിരുന്നു. ഗ്രാമത്തിലെ കവലയിലുള്ള ചായക്കടയ്ക്ക് മുന്നിലിരുന്ന ചിലർ അവളെ കണ്ടതും പരിഹാസത്തോടെ ചിരിച്ചു. ദാ പോകുന്നു നമ്മുടെ ഗ്രാമത്തിലെ കളക്ടർ മാഡം. ഇനി പോയി വലിയ സായിപ്പന്മാരോട് ഇംഗ്ലീഷ് പറഞ്ഞ് നമ്മുടെ ഗ്രാമം നന്നാക്കും, ഒരാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആ വാക്കുകൾ അവളുടെ ചെവിയിൽ മുഴങ്ങി. മുമ്പൊക്കെ ഇത്തരം വാക്കുകൾ കേൾക്കുമ്പോൾ അവൾക്ക് സങ്കടം വരുമായിരുന്നു. എന്നാൽ ഇന്ന് അവൾ അതൊന്നും ഗൗനിച്ചില്ല. ദാരിദ്ര്യം എന്നത് മനുഷ്യന്റെ ചിന്തകളെ തളർത്താനുള്ളതല്ല, മറിച്ച് സാഹചര്യങ്ങളെ മാറ്റിമറിക്കാനുള്ള ഒരു വലിയ ഉൾക്കരുത്താണെന്ന് അവൾക്കറിയാമായിരുന്നു. തലയുയർത്തി പിടിച്ച് ആരോടും മറുപടി പറയാതെ അവൾ നടന്നു. കിലോമീറ്ററുകൾ നടന്ന് അവൾ ഹൈവേയിലെ ബസ് സ്റ്റോപ്പിലെത്തി. ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിലെത്തിയ KSRTC ബസ്സിൽ നല്ല തിരക്കായിരുന്നു. മണിക്കൂറുകൾ നീണ്ട യാത്ര. അവൾക്ക് ഇരിക്കാൻ ഇടം കിട്ടിയില്ല. ചുറ്റുമുള്ളവരിൽ പലരും അവളെ ഒരുതരം പുച്ഛത്തോടെയാണ് നോക്കിയത്. അവളുടെ മുഷിഞ്ഞ വസ്ത്രങ്ങളും നിറം മങ്ങിയ പഴയ ബാഗും അവർക്ക് പരിഹാസ വിഷയമായി. ഏതോ ഗ്രാമത്തിൽ നിന്ന് പണിക്ക് വന്നതാണെന്ന് തോന്നുന്നു. എന്തൊരു വേഷമാണിത്? അടുത്തിരുന്ന ആധുനിക വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടി കൂട്ടുകാരിയോട് അടക്കം പറയുന്നത് ദേവിക കേട്ടു. അവൾ കണ്ണുകൾ ഇറുകെ അടച്ചു ബസിന്റെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. അപമാനങ്ങൾ അവൾക്ക് പുതിയ കാര്യമല്ല. എന്നാൽ ഉള്ളിലെ അഗ്നി കൂടുതൽ ആളിക്കത്താൻ ഈ പരിഹാസങ്ങൾ കാരണമായി. ചുരമിറങ്ങി നാടും നഗരവും പിന്നിട്ട് നീണ്ട യാത്രയ്ക്കൊടുവിൽ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നു. നഗരത്തിന്റെ വലിയ തിരക്കിലേക്കും ബഹളങ്ങളിലേക്കും അവൾ ആദ്യമായാണ് ഇറങ്ങി ചെല്ലുന്നത്. തലയെടുപ്പോടെ നിൽക്കുന്ന വലിയ കെട്ടിടങ്ങളും ചീറിപ്പായുന്ന വാഹനങ്ങളും അവളെ തെല്ലൊന്ന് ഭയപ്പെടുത്തി. റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവളുടെ ചെരുപ്പിന്റെ വാറ് പൊട്ടി. ഈ നഗരമധ്യത്തിൽ വെച്ച് ഇനി എന്തു ചെയ്യും? ഭീതിയോടെ അവൾ ചുറ്റും നോക്കി. ആരും അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഓരോരുത്തരും അവരവരുടെ വലിയ തിരക്കുകളിലാണ്. റോഡരികിലെ ഒരു മരച്ചുവട്ടിലിരുന്ന് ബാഗിലുണ്ടായിരുന്ന ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് അവൾ ആ ചെരുപ്പ് തുന്നിച്ചേർക്കാൻ ശ്രമിച്ചു. കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾ അത് പെട്ടെന്ന് തുടച്ചു മാറ്റി. ഒരിക്കൽ താൻ ഈ നഗരത്തിൽ ഒരു അധികാര കസേരയിൽ വന്നിറങ്ങുമെന്ന് അവൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. അവളുടെ ഓരോ ചുവടും ആ ലക്ഷ്യത്തിലേക്കുള്ളതായിരുന്നു.
ഒരു വിധത്തിൽ അവൾ ഇന്റർവ്യൂ നടക്കുന്ന ബോർഡിന്റെ വലിയ ഓഫീസിന് മുന്നിലെത്തി. അവിടെ കണ്ട കാഴ്ച അവളെ കൂടുതൽ അമ്പരപ്പിച്ചു. വില കൂടിയ കാറുകളിൽ വന്നിറങ്ങുന്ന മറ്റു ഉദ്യോഗാർത്ഥികൾ, സ്യൂട്ടും കോട്ടും ധരിച്ച് മികച്ച ഇംഗ്ലീഷിൽ സംസാരിക്കുന്നവർ, എല്ലാവർക്കും കൂട്ടായി അവരവരുടെ മാതാപിതാക്കളും ബന്ധുക്കളും ഉണ്ട്. അവർക്കിടയിൽ ഒരു അന്യഗ്രഹ ജീവിയെ പോലെ അവൾ നിന്നു. ഗേറ്റ് കടന്ന് അകത്തേക്ക് നടക്കുമ്പോൾ പലരുടെയും കണ്ണുകൾ അവളുടെ മുഷിഞ്ഞ വസ്ത്രങ്ങളിലേക്കാണ് നീണ്ടത്. ചിലർ മുഖം കോട്ടി, മറ്റു ചിലർ പരിഹസിച്ച് ചിരിച്ചു. ഇവളൊക്കെ എന്ത് വിചാരിച്ചാണ് ഈ ഇന്റർവ്യൂവിന് വരുന്നത്? ഇതൊക്കെ വലിയ ബുദ്ധിയുള്ള പണക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നിൽ നിന്നാരോ അടക്കം പറയുന്നത് അവൾ കേട്ടു. അവരാരുടെയും പരിഹാസച്ചിരികൾ അവളുടെ ആത്മവിശ്വാസത്തെ തൊട്ടു തീണ്ടിയില്ല. ഒരു കാറ്റിനും കെടുത്തി കളയാനാവാത്ത ഒരു വലിയ ദീപം അവളുടെ ഉള്ളിൽ എരിയുന്നുണ്ടായിരുന്നു. അവൾ നേരെ നടന്ന് ഉദ്യോഗാർത്ഥികൾക്കുള്ള വിശാലമായ കാത്തിരിപ്പ് കേന്ദ്രത്തിലെ ഏറ്റവും ഒഴിഞ്ഞ ഒരു മൂലയിലുള്ള കസേരയിൽ ചെന്നിരുന്നു. തന്റെ ഊഴവും കാത്ത് നെഞ്ചിടിപ്പോടെ വിറയ്ക്കുന്ന കൈകളാൽ ബാഗിലിരുന്ന അച്ഛന്റെ പഴയ ഫോട്ടോ ഒന്നുകൂടി തലോടിക്കൊണ്ട് അവൾ ആ വലിയ നിമിഷത്തിനായി കാത്തിരുന്നു. അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടത്തിന്റെ തുടക്കം മാത്രമായിരുന്നു അത്. കാത്തിരിപ്പ് കേന്ദ്രത്തിലെ വലിയ ക്ലോക്കിലെ സൂചികൾ ഇഴഞ്ഞു നീങ്ങുന്നത് പോലെ ദേവികയ്ക്ക് തോന്നി. ഓരോരുത്തരായി ഇന്റർവ്യൂ കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ അവരുടെ മുഖത്തെ ഭാവങ്ങൾ വായിച്ചെടുക്കാൻ അവൾ ശ്രമിച്ചു. ചിലരുടെ മുഖത്ത് നിരാശയായിരുന്നെങ്കിൽ മറ്റു ചിലർ വലിയ ആത്മവിശ്വാസത്തോടെയാണ് പുറത്തേക്ക് വന്നത്. ഇവർക്കിടയിൽ തനിക്ക് എന്ത് സ്ഥാനമാണുള്ളതെന്ന ചിന്ത ഒരു വേള അവളെ അലട്ടി. പെട്ടെന്നാണ് കാതുകളെ തുളച്ചുകൊണ്ട് ആ വിളി വന്നത്. ദേവിക രാഘവൻ. അവളുടെ നെഞ്ചെടുപ്പ് നിമിഷ നേരം കൊണ്ട് ഇരട്ടിയായി. ഉള്ളം കൈകളിൽ വിയർപ്പ് പൊടിഞ്ഞു. കസേരയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കാലുകൾക്ക് അസാധാരണമായ ഭാരം അനുഭവപ്പെടുന്നത് പോലെ തോന്നി. ചുറ്റുമുള്ളവരുടെ പരിഹാസം നിറഞ്ഞ നോട്ടങ്ങളെ അവഗണിച്ച് ബാഗിലുണ്ടായിരുന്ന അച്ഛന്റെ പഴയ ഫോട്ടോ ഒരിക്കൽ കൂടി തൊട്ട് തലോടി അവൾ മനസ്സുരുകി പ്രാർത്ഥിച്ചു. ചാ, കൂടെ ഉണ്ടാകണേ. വലിയൊരു തടിവാതിലിന് മുന്നിലെത്തിയ അവൾ മെല്ലെ മുട്ടി. യെസ്, കമിൻ. ഗാംഭീര്യം നിറഞ്ഞ ഒരു ശബ്ദം അകത്തു നിന്നും കേട്ടു. വിറയ്ക്കുന്ന കൈകളാൽ വാതിൽ തുറന്ന് അവൾ ആ വലിയ മുറിയിലേക്ക് പ്രവേശിച്ചു. അതിവിശാലമായ ശീതീകരിച്ച ആ മുറിയുടെ നടുവിലായി ഒരു വലിയ അർദ്ധവൃത്താകൃതിയിലുള്ള മേശയുണ്ടായിരുന്നു. അതിനു പിന്നിലായി രാജ്യത്തെ ഏറ്റവും ഉന്നതരായ 5 ഉദ്യോഗസ്ഥർ ഇരിക്കുന്നു. അവരുടെ മുന്നിലെ മേശപ്പുറത്ത് ഫയലുകൾ അടുക്കി വെച്ചിട്ടുണ്ട്. ദേവികയെ കണ്ടതും അവരുടെയെല്ലാം നോട്ടം ആദ്യം ചെന്നത് അവളുടെ വസ്ത്രങ്ങളിലേക്കാണ്. പലയിടത്തും തുന്നൽ വിട്ട നിറം മങ്ങിയ ആ പഴയ ചുരിദാർ ആ മുറിയുടെ പ്രൗഢിക്ക് തീർത്തും അപരിചിതമായിരുന്നു. നടുവിലിരുന്ന ഉദ്യോഗസ്ഥൻ തന്റെ കണ്ണടയൊന്ന് താഴ്ത്തി അവളെ സൂക്ഷിച്ചു നോക്കി. അക്കൂട്ടത്തിലുണ്ടായിരുന്ന പ്രായമായ ഒരു വനിതാ ഉദ്യോഗസ്ഥ അല്പം അവിശ്വാസത്തോടെ ചോദിച്ചു, കുട്ടി സിവിൽ സർവീസ് ഇന്റർവ്യൂവിന് തന്നെയാണോ വന്നത്? അതേ മാഡം, വിനയത്തോടെ എന്നാൽ അണുവിട പതറാതെ ശബ്ദത്തിൽ അവൾ മറുപടി നൽകി. ഇരിക്കാനുള്ള അനുവാദം ലഭിച്ചതും അവൾ കസേരയുടെ അറ്റത്തായി വന്നിരുന്നു. മുറിയിൽ ഏതാനും നിമിഷങ്ങൾ കനത്ത നിശബ്ദത തളങ്ങിട്ട് നിന്നു. പഠനമൊക്കെ എവിടെയായിരുന്നു? ചെയർമാന്റെ അടുത്ത ചോദ്യം വന്നു. എന്റെ ഗ്രാമത്തിലെ സർക്കാർ പള്ളിക്കൂടത്തിൽ. അതിനുശേഷം അടുത്തുള്ള കോളേജിൽ നിന്നും ബിരുദം നേടി. കോച്ചിങ്ങിനൊന്നും പോയില്ലേ? ആ ചോദ്യത്തിൽ അത്ഭുതമുണ്ടായിരുന്നു. ഇല്ല സാർ, സ്വന്തമായാണ് പഠിച്ചത്. അവരുടെ മുഖങ്ങളിൽ ചെറിയൊരു മതിപ്പും മിന്നിമായുന്നത് അവൾ കണ്ടു. അച്ഛൻ എന്ത് ചെയ്യുന്നു? ഒരു ഉദ്യോഗസ്ഥൻ ചോദിച്ചപ്പോൾ അവളുടെ തൊണ്ടയിൽ ഒരു വലിയ വിങ്ങൽ വന്നു നിന്നു. അച്ഛൻ ഞങ്ങളുടെ നാട്ടിലെ സ്കൂളിൽ ഒരു പ്യൂൺ ആയിരുന്നു സർ. ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ആ ഒരൊറ്റ മറുപടിയിൽ ദാരിദ്ര്യത്തിന്റെ ഒരു വലിയ കഥ അവർക്ക് വായിച്ചെടുക്കാമായിരുന്നു. തുടർന്ന് ഭരണഘടനയെക്കുറിച്ചും സമകാലിക വിഷയങ്ങളെക്കുറിച്ചുള്ള നിരവധി ചോദ്യങ്ങൾ ശരവർഷം പോലെ അവളുടെ നേർക്ക് പാഞ്ഞു വന്നു. ഓരോന്നിനും വളരെ വ്യക്തതയോടെ ആഴത്തിലുള്ള അറിവോടെ അവൾ മറുപടി പറഞ്ഞു. അവളുടെ ഇംഗ്ലീഷ് ഭാഷാ പ്രയോഗങ്ങളിൽ വ്യാകരണത്തിന്റെ വലിയ തിളക്കമില്ലായിരുന്നെങ്കിലും വാക്കുകളിൽ സത്യസന്ധതയുടെയും അസാമാന്യമായ ഒരു തിളക്കമുണ്ടായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ വളരെ ദാരിദ്ര്യവും പിന്നോക്കം നിൽക്കുന്നതുമായ ഒരു ജില്ലയുടെ ഭരണ ചുമതല താങ്കൾക്ക് ലഭിക്കുകയാണെങ്കിൽ ആദ്യം എന്തു മാറ്റമാകും താങ്കൾ അവിടെ കൊണ്ടുവരിക? ബോർഡ് ചെയർമാൻ അവളെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. ഒരു നിമിഷം ആലോചിച്ച ശേഷം ദേവിക പറഞ്ഞു, സാർ, ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുക അവിടുത്തെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്കായിരിക്കും. കാരണം ദാരിദ്ര്യം എന്നത് വെറുമൊരു സാമ്പത്തിക അവസ്ഥയല്ല, അതൊരു അവസരങ്ങളുടെ അഭാവമാണ്. മികച്ച വിദ്യാഭ്യാസവും ആരോഗ്യവും നൽകിയാൽ ഒരു ജനതയ്ക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കും. അവളുടെ മറുപടി കേട്ട് അവർ പരസ്പരം നോക്കി. വീണ്ടും അടുത്ത ചോദ്യം വന്നു. വളരെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഒരു ചുറ്റുപാടിൽ നിന്നാണ് താങ്കൾ വരുന്നത്. പെട്ടെന്നൊരു ദിവസം ഇത്രയും വലിയൊരു അധികാരവും പദവിയും കൈവന്നാൽ താങ്കളുടെ സ്വഭാവം മാറില്ലെന്ന് എന്താണ് ഉറപ്പ്? ഒരു ചെറുപുഞ്ചിരിയോടെ ദേവിക മറുപടി നൽകി. സാർ, ദാരിദ്ര്യം എന്നത് ഒരു മനുഷ്യന്റെ ചിന്തകളെ മാറ്റുന്നില്ല. അത് അവന്റെ ജീവിതാവസ്ഥകളെ മാത്രമാണ് കാണിക്കുന്നത്. ഇല്ലാത്തവന്റെ വേദന എന്താണെന്ന് അറിഞ്ഞു വളർന്ന എനിക്ക് ആ അധികാരം മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. ആ ഉദ്യോഗസ്ഥരുടെ കണ്ണുകളിൽ അവളോടുള്ള ആദരവ് വർദ്ധിക്കുന്നത് ആ മുറിയിലെ അന്തരീക്ഷത്തിൽ പ്രകടമായിരുന്നു. താങ്കളുടെ ഏറ്റവും വലിയ കരുത്തും അതുപോലെ ഏറ്റവും വലിയ ബലഹീനതയും എന്താണ്? വനിതാ ഉദ്യോഗസ്ഥ ചോദിച്ചു. എന്റെ ഏറ്റവും വലിയ കരുത്ത് ഒരിക്കലും തോറ്റുകൊടുക്കാൻ തയ്യാറല്ലാത്ത എന്റെ മനസ്സാണ് മേഡം. ഏറ്റവും വലിയ ബലഹീനത എന്റെ അമ്മയും. അമ്മയുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാനാകില്ല. ആ പെൺകുട്ടിയുടെ നിഷ്കളങ്കത അവരെ വല്ലാതെ സ്പർശിച്ചു.
അവസാനമായി ചെയർമാൻ ചോദിച്ചു, ഒരു പക്ഷേ ഇന്ന് ഇന്റർവ്യൂവിൽ താങ്കൾ പരാജയപ്പെട്ടാൽ എന്തു ചെയ്യും? ഒരു നിമിഷം പോലും വൈകാതെ അവൾ പറഞ്ഞു, ഞാൻ വീണ്ടും ശ്രമിക്കും സർ. കാരണം തോറ്റുകൊടുക്കുക എന്നത് എനിക്ക് സാധ്യമല്ല. എനിക്കതിന് അവകാശമില്ല. നന്ദി ദേവിക, താങ്കൾക്ക് പോകാം. ചെയർമാൻ ഒരു ചെറിയ ചിരിയോടെ പറഞ്ഞു. ഇത്ര പെട്ടെന്ന് ഇന്റർവ്യൂ കഴിഞ്ഞോ എന്ന ചിന്തയോടെ അവരോട് യാത്ര പറഞ്ഞ് അവൾ പുറത്തേക്കിറങ്ങി. പുറത്തു കാത്തു നിൽക്കുന്നവർക്കിടയിൽ വീണ്ടും കുശുകുശുപ്പുകൾ ഉയർന്നു. കണ്ടില്ലേ, 10 മിനിറ്റ് പോലും നിന്നില്ല, അതിനു മുമ്പേ ഇറക്കി വിട്ടു. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് ചിലർ പരിഹസിച്ചു. എന്നാൽ ആ വലിയ മുറിക്കുള്ളിൽ ആ ഉദ്യോഗസ്ഥർ തമ്മിൽ സംസാരിക്കുകയായിരുന്നു. വസ്ത്രം ദരിദ്രമായിരിക്കാം, പക്ഷേ ആ പെൺകുട്ടിയുടെ ചിന്തകൾക്ക് അതിസമ്പന്നതയുടെ ആശയങ്ങളെക്കാൾ വലിയ മൂല്യമുണ്ട്. ഇന്റർവ്യൂ കഴിഞ്ഞിറങ്ങിയ ദേവിക തിരികെ നടക്കുമ്പോൾ വലിയൊരു ആശ്വാസം തോന്നി. തന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളക്കുന്നത് പോലെ. എന്നാൽ നഗരത്തിലെ സായാഹ്നം മറ്റൊരു പരീക്ഷണത്തിനായി കാത്തിരിപ്പുണ്ടായിരുന്നു. നഗരത്തിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ ഒന്നൊന്നായി തെളിഞ്ഞു തുടങ്ങി. വലിയ കെട്ടിടങ്ങളും തിരക്കേറിയ നിരത്തുകളും വർണ്ണശബളമായ നിയോൺ ബോർഡുകളും ആ നഗരത്തെ കൂടുതൽ സുന്ദരിയാക്കി. എന്നാൽ ആ വലിയ നഗരത്തിന്റെ തിരക്കുകൾക്കിടയിൽ അവൾ തീർത്തും തനിച്ചായിരുന്നു. വയറ്റിൽ നിന്നും വിശപ്പിന്റെ വിളി വല്ലാതെ അനുഭവപ്പെട്ടു തുടങ്ങി. രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ്. പിന്നീട് ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. അവൾ മെല്ലെ തന്റെ കയ്യിലിരുന്ന ചെറിയ പേഴ്സ് തുറന്നു നോക്കി. ആകെയുള്ളത് ഏതാനും ചില്ലറ തൊട്ടുകൾ മാത്രം. ബസ് കൂലിക്കുള്ള പണം മാറ്റിവെച്ചാൽ ബാക്കി വരുന്നത് വെറും 20 രൂപയാണ്. അപ്പോഴാണ് അവൾക്ക് അമ്മയെ ഓർമ്മ വന്നത്. തനിക്ക് വണ്ടിക്കൂലി തരാൻ വേണ്ടി സ്വന്തം മരുന്നിനുള്ള പണമാണ് അമ്മ മാറ്റിവെച്ചത്. ആ ഓർമ്മ അവളുടെ കണ്ണുകളെ വീണ്ടും ഇറങ്ങണിയിച്ചു. വഴിയരികിലെ ഒരു ചെറിയ തട്ടുകടയിൽ നിന്ന് 2 പഴംപൊരി വാങ്ങി അടുത്തുള്ള ഒരു ബെഞ്ചിലിരുന്ന് അവൾ അത് കഴിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് സമയം വൈകിയ കാര്യം അവൾ ഓർത്തത്. പരിഭ്രാന്തിയോടെ അവൾ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. എന്നാൽ അന്വേഷിച്ചപ്പോഴാണ് ആ വലിയ സത്യം അവൾ മനസ്സിലാക്കിയത്. നാട്ടിലേക്കുള്ള അവസാന ബസ്സും പോയിരിക്കുന്നു. നഗരത്തിലെ ആ വലിയ ബസ് സ്റ്റാൻഡിൽ അവൾ തനിച്ചായി. ചുറ്റും ഇരുട്ട് പരക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപരിചിതമായ മുഖങ്ങൾ അവളെ തുറച്ചു നോക്കുന്നത് പോലെ തോന്നി. രാത്രിയിൽ ഈ വലിയ നഗരത്തിൽ എന്തു ചെയ്യും? എവിടെ പോയി കിടക്കും? ഭയം അവളെ വരിഞ്ഞു മുറുക്കാൻ തുടങ്ങി. ബാഗ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്റ്റാൻഡിന്റെ ഒരു മൂലയിൽ ഇരുട്ടിൽ അവൾ ചുരുണ്ടുകൂടിയിരുന്നു. അപരിചിതരായ ചിലരുടെ നോട്ടങ്ങൾ അവളെ കൂടുതൽ ഭയപ്പെടുത്തി. തനിക്ക് ഈ ലോകത്ത് ആരുമില്ലേ എന്ന് തോന്നിപ്പോയ നിമിഷം കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി. തന്റെ കഷ്ടപ്പാടുകൾക്ക് ഒരിക്കലും അവസാനമുണ്ടാകില്ലേ എന്ന് അവൾ ദൈവത്തോട് ചോദിച്ചു. അപ്പോഴാണ് വളരെ സ്നേഹം നിറഞ്ഞ ഒരു ശബ്ദം അവളുടെ കാതുകളിൽ പതിഞ്ഞത്. മോളെ, നീ എന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? എങ്ങോട്ടാ പോകേണ്ടത്? അവൾ തല ഉയർത്തി നോക്കി. മുഖത്ത് ചുളിവുകൾ വീണ സ്നേഹം വഴിഞ്ഞൊഴുകുന്ന കണ്ണുകളുള്ള ഒരു പ്രായമായ സ്ത്രീ അവളുടെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപരിചിതമായ ആ നഗരത്തിന്റെ ഇരുട്ടിൽ തളർന്നിരുന്ന ദേവികയുടെ മുന്നിലേക്ക് ഒരു ദൈവദൂതയെ പോലെയാണ് ആ വൃദ്ധ കടന്നു വന്നത്. ബസ് സ്റ്റാൻഡിലെ ഒരു ശുചീകരണ തൊഴിലാളിയായിരുന്നു അവർ. കഷ്ടപ്പാടിന്റെ ചുളിവുകൾ വീണ ആ മുഖത്ത് പക്ഷെ പറ്റാത്ത സ്നേഹമുണ്ടായിരുന്നു. മോളെ, ഈ പാതിരാത്രിയിൽ പെൺകുട്ടികൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഒട്ടും സുരക്ഷിതമല്ല. ഇന്ന് രാത്രി നീ എന്റെയൊപ്പം പോര്. സ്റ്റാൻഡിന്റെ പുറകിൽ എനിക്കൊരു ചെറിയ മുറിയുണ്ട്. നേരം വെളുക്കുമ്പോൾ നിനക്ക് നാട്ടിലേക്ക് പോവാം. ആ വാക്കുകൾ ദേവികയുടെ കാതുകളിൽ അമൃത പോലെയാണ് പതിച്ചത്. ആ രാത്രി ആ വൃദ്ധയുടെ ഇടുങ്ങിയ മുറിയിലെ പഴയ പായയിൽ കിടക്കുമ്പോൾ അവൾക്ക് സ്വന്തം അമ്മയെയാണ് ഓർമ്മ വന്നത്. പിറ്റേന്ന് പുലർച്ചെ താമരശ്ശേരി ചുരവും കടന്ന് വയനാട്ടിലേക്ക് പോകുന്ന ആദ്യത്തെ KSRTC ബസ്സിൽ അവളെ കയറ്റിവിടുമ്പോൾ ആ അമ്മയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. ലോകത്ത് ഇപ്പോഴും നന്മ മരിച്ചിട്ടില്ലെന്ന തിരിച്ചറിവോടെയാണ് ദേവിക മലയോരത്തേക്ക് മടങ്ങിയത്. ബസ് ഗ്രാമത്തിലെത്തുമ്പോൾ സൂര്യൻ ഉദിച്ചുയർന്നിരുന്നു. പച്ച പുതച്ച തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ നടന്ന് സ്വന്തം വീടിന്റെ മുറ്റത്തെത്തിയപ്പോൾ ഉമ്മറപ്പടിയിൽ കണ്ണുനട്ട് കാത്തിരിക്കുന്ന ഭവാനി അമ്മയെ അവൾ കണ്ടു. മകളെ കണ്ടതും ആ അമ്മയുടെ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയായി. ഓടിച്ചെന്ന് അവൾ അമ്മയെ കെട്ടിപ്പിടിച്ചു. അപ്പോഴേക്കും അയൽപ്പക്കത്തെ ചില സ്ത്രീകൾ അവിടെ എത്തിയിരുന്നു. എന്തായി കളക്ടർ പരീക്ഷ? ഇനിയിപ്പോ നീ ഇന്നലെ അവിടെ പോയി വലിയ ഉദ്യോഗസ്ഥന്മാരോട് ഇംഗ്ലീഷ് പറഞ്ഞ് ഞെട്ടിച്ചിട്ടുണ്ടാകുമല്ലോ അല്ലേ? ഒരുവൾ പരിഹാസത്തോടെ ചോദിച്ചു. മറ്റുള്ളവർ അത് കേട്ട് അടുക്കി പിടിച്ച് ചിരിച്ചു. ഭവാനിയുടെ മുഖം മങ്ങി. എന്നാൽ ദേവികയ്ക്ക് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അവൾ ആ വാക്കുകളെ പൂർണ്ണമായും അവഗണിച്ച് അമ്മയെയും കൂട്ടി വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. അവര് പറയുന്നതൊന്നും നീ കേൾക്കേണ്ട മോളെ. എന്റെ കുട്ടിക്ക് ആരുമില്ലെങ്കിലും ഈ അമ്മയുണ്ട്. ഭവാനി അവളെ ആശ്വസിപ്പിച്ചു. അന്ന് വൈകുന്നേരം മുതൽ വീണ്ടും അവൾ ഗ്രാമത്തിലെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. തന്റെ സ്വപ്നങ്ങൾക്കൊപ്പം വീട്ടുചെലവുകൾ കൂടി നടന്നു പോകേണ്ടതുണ്ടല്ലോ. എന്നാൽ വിധിയുടെ പരീക്ഷണങ്ങൾ അവിടെ അവസാനിച്ചിരുന്നില്ല. ദിവസങ്ങൾ കടന്നുപോയി. ഒരു രാത്രിയിൽ ഭവാനിയുടെ ചുമ വല്ലാതെ വർദ്ധിച്ചു. ചുമച്ച് കിതച്ച് ഒരു ഘട്ടത്തിൽ അവർക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. പരിഭ്രാന്തിയോടെ ദേവിക ഓടിയെത്തി വെള്ളം കൊടുത്തു. എന്നാൽ അമ്മയുടെ വായിൽ നിന്നും ഒരു തുള്ളി രക്തം നിലത്തേക്ക് വീണത് കണ്ട് ദേവികയുടെ നെഞ്ചൊന്നു പിടഞ്ഞു. അവൾ ഭയന്നുപോയി. പിറ്റേന്ന് രാവിലെ തന്നെ ഗ്രാമത്തിലെ ചിലരുടെ സഹായത്തോടെ അമ്മയെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. സർക്കാർ ആശുപത്രിയുടെ നീണ്ട വരാന്തകളിൽ മണിക്കൂറുകളോളം അവൾ കാത്തുനിന്നു. എങ്ങും രോഗികളുടെ തിരക്കും മരുന്നുകളുടെ മണവും മാത്രമായിരുന്നു. ഒടുവിൽ ഡോക്ടറെ കണ്ടപ്പോൾ അദ്ദേഹം വളരെ ഗൗരവത്തോടെയാണ് സംസാരിച്ചത്. അമ്മയുടെ അസുഖം കുറച്ച് ഗുരുതരമാണ്. ഉടനടി ചികിത്സ തുടങ്ങണം. ചില പ്രധാന മരുന്നുകൾ പുറത്തുള്ള ഫാർമസിയിൽ നിന്നും വാങ്ങേണ്ടി വരും. അതിന് കുറച്ച് പണച്ചെലവുണ്ട്. ആ വാക്കുകൾ ദേവികയുടെ തലയിൽ ഇടുത്തി പോലെയാണ് പതിച്ചത്.
ഡോക്ടർ കുറിച്ചു നൽകിയ മരുന്നുകളുടെ വില കേട്ടപ്പോൾ അവളുടെ കണ്ണിൽ ഇരുട്ട് കയറി. വീട്ടിലെ അവസ്ഥ വെച്ച് അത്രയും വലിയ തുക സ്വരൂപിക്കുക അസാധ്യമായിരുന്നു. അന്ന് രാത്രി ഉറങ്ങാൻ കഴിയാതെ അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. പെട്ടെന്നാണ് അച്ഛൻ ഉപയോഗിച്ചിരുന്ന പഴയൊരു HMT വാച്ചിന്റെ കാര്യം അവൾ ഓർത്തത്. അച്ഛന്റെ ഓർമ്മയായി ആകെ അവശേഷിക്കുന്നത് ആ ഒരു വാച്ച് മാത്രമാണ്. പണ്ടൊരിക്കൽ അച്ഛനേറെ കൊതിച്ചു വാങ്ങിയതാണത്. പിറ്റേന്ന് രാവിലെ അവൾ നേരെ പോയത് ടൗണിലെ ഒരു പഴയ വാച്ച് കടയിലേക്കാണ്. ആ വാച്ച് കടക്കാരന് നേരെ നീട്ടുമ്പോൾ അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നെഞ്ചിൽ ഒരു വലിയ ഭാരം വന്ന് നിറയുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. ആ വാച്ച് വിറ്റു കിട്ടിയ പണം കൊണ്ടാണ് അവൾ അമ്മയ്ക്കുള്ള ജീവൻ രക്ഷാ മരുന്നുകൾ വാങ്ങിയത്. ദേവിക നേരിടുന്ന ഈ വലിയ പ്രതിസന്ധികളെ കുറിച്ച് ഗ്രാമത്തിൽ പലർക്കും അറിയാമായിരുന്നു. ഒരിക്കൽ ദേവിക പഠിച്ചിരുന്ന സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന രാമൻ മാസ്റ്റർ അവളെ തേടി വീട്ടിലെത്തിയിരുന്നു. ഒരു കവർ അവളുടെ നേരെ നീട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, മോളെ, ഇതൊരു സഹായമായി നീ കാണരുത്. നീ ഈ ഗ്രാമത്തിന്റെ അഭിമാനമാണ്. നിന്നെ പോലൊരു കുട്ടി പഠിച്ചു വലിയ നിലയിലെത്തേണ്ടത് എന്റെയും വലിയൊരു സ്വപ്നമാണ്. ഒരു ഗുരുവെന്ന നിലയിൽ എന്റെ ഈ അനുഗ്രഹം നീ സ്വീകരിക്കണം. ആ നല്ല മനുഷ്യന്റെ കാൽക്കൽ വീഴുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അതേസമയം വിധി കാത്തിരുന്ന ആ ഓഫീസിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു പ്രധാന മീറ്റിംഗ് നടക്കുകയായിരുന്നു. അവരുടെ മുൻപിലിരിക്കുന്ന ഫയലുകളിൽ ഒന്ന് ദേവികയുടേതായിരുന്നു. ഇന്റർവ്യൂ ബോർഡിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഒന്നടങ്കം അവളുടെ പേര് ശുപാർശ ചെയ്തു. യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലാത്ത ഒരു ചുറ്റുപാടിൽ നിന്ന് വന്ന് ഇത്രയും പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുതി മുന്നേറിയ ഈ പെൺകുട്ടിയാണ് യഥാർത്ഥത്തിൽ സിവിൽ സർവീസിന് ഏറ്റവും അനുയോജ്യയായ വ്യക്തി. അങ്ങേയറ്റം സത്യസന്ധതയും അർപ്പണബോധവുമുള്ള ഇത്തരം ആളുകളെയാണ് നമ്മുടെ ഭരണ സംവിധാനത്തിന് ആവശ്യം. ബോർഡ് ചെയർമാൻ അടിവരയിട്ട് പറഞ്ഞു. ദേവികയുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു വലിയ തീരുമാനം ആ മുറിക്കുള്ളിൽ പിറവി കൊള്ളുകയായിരുന്നു. എന്നാൽ തന്റെ ജീവിതം മാറാൻ പോകുന്ന ആ വലിയ നിമിഷത്തെക്കുറിച്ച് ദേവിക അറിയുന്നുണ്ടായിരുന്നില്ല. അവൾ അപ്പോഴും അമ്മയുടെ അസുഖത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകളിൽ മാത്രമായിരുന്നു. ദിവസങ്ങൾ വീണ്ടും കൊഴിഞ്ഞു വീണു. അങ്ങനെ ഒരു ചൊവ്വാഴ്ച രാവിലെ ഗ്രാമത്തിലെ ഇടവഴികളിലൂടെ സൈക്കിളിന്റെ മണിമുഴക്കിക്കൊണ്ട് പോസ്റ്റ്മാൻ വന്നു. ദേവികയുടെ വീടിന് മുന്നിൽ സൈക്കിൾ നിർത്തിക്കൊണ്ട് അദ്ദേഹം ഉറക്കെ വിളിച്ചു, ദേവികെ, മോളെ, നിനക്കൊരു രജിസ്റ്റേർഡ് കത്തുണ്ട്. പോസ്റ്റ്മാന്റെ ആ വിളി കേട്ട് ചുറ്റുമുള്ള വീടുകളിൽ നിന്നൊക്കെ ആളുകൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. പരിഹസിച്ചിരുന്നവരും സ്നേഹിച്ചിരുന്നവരുമെല്ലാം ആ വലിയ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ദേവിക വേഗത്തിൽ പുറത്തേക്ക് ഓടി വന്നു. വലിയൊരു ബ്രൗൺ കവർ പോസ്റ്റ്മാൻ അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. ഔദ്യോഗിക മുദ്രയുള്ള ആ കവർ തുറക്കുമ്പോൾ അവളുടെ നെഞ്ചിടിപ്പ് ചുറ്റുമുള്ളവർക്കും കേൾക്കാമായിരുന്നു. വിറയ്ക്കുന്ന കൈകളാൽ അവൾ ആ കത്ത് തുറന്നു. ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത ആ കടലാസിലൂടെ അവളുടെ കണ്ണുകൾ വേഗത്തിൽ സഞ്ചരിച്ചു. വായിച്ചു തീർന്നതും അവളുടെ കണ്ണുകളിൽ നിന്നും ധാരധാരയായി കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. ചുണ്ടുകൾ വിറച്ചു. അവൾക്ക് ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. കൂടി നിന്നവർ ആകാംക്ഷയോടെ അവളെ തന്നെ നോക്കി നിന്നു. എന്തു പറ്റി മോളെ? ഭവാനി പരിഭ്രമത്തോടെ ചോദിച്ചു. ഗദ്ഗതങ്ങൾക്കിടയിലൂടെ ദേവിക പറഞ്ഞു, അമ്മേ, എനിക്ക് സെലക്ഷൻ കിട്ടി. ഞാൻ IAS കാരിയായി. ആ വാക്കുകൾ കേട്ടതും ഗ്രാമം ഒന്നടങ്കം നിശബ്ദമായി. അവളെ നിരന്തരം പരിഹസിച്ചിരുന്നവരുടെ മുഖം വിളറി വെളുത്തു. ഭവാനി അവിടെ തന്നെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞുപോയി. തന്റെ മകളുടെ കഷ്ടപ്പാടുകൾക്ക് ദൈവം നൽകിയ വലിയൊരു പ്രതിഫലമായിരുന്നു അത്. ഗ്രാമത്തിലെ കുട്ടികൾ ആഹ്ലാദത്തോടെ തുള്ളിച്ചാടി. എന്നാൽ ആ വലിയ സന്തോഷം അധിക നേരം നീണ്ടു നിന്നില്ല. കത്തിന്റെ താഴെയായി നൽകിയിരുന്ന ഒരു പ്രത്യേക നിർദ്ദേശത്തിലേക്ക് ദേവികയുടെ കണ്ണുകൾ ഉടക്കി. അടുത്ത മാസം തന്നെ പരിശീലനത്തിനായി ഡൽഹിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമിയിൽ റിപ്പോർട്ട് ചെയ്യണം. പെട്ടെന്ന് അവളുടെ മുഖത്തെ സന്തോഷം മാഞ്ഞു. ഡൽഹി വരെയുള്ള യാത്ര, അവിടെ താമസിക്കാനുള്ള ചെലവ്, അതിനേക്കാളുപരി അമ്മയുടെ തുടർ ചികിത്സ, ഇതിനെല്ലാം താൻ എവിടെ പോയി പണം കണ്ടെത്തും? വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും ദാരിദ്ര്യം എന്ന വലിയൊരു രാക്ഷസൻ വീണ്ടും അവളെ നോക്കി പല്ലിളിക്കുകയായിരുന്നു. ആകാശത്തോളം വലിയ സന്തോഷത്തിനിടയിലും തീരാത്ത സങ്കടങ്ങളുടെ ഒരു കടൽ അവൾക്ക് മുന്നിൽ വീണ്ടും രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു. ദേവിക സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടി എന്ന വാർത്ത കാട്ടുതീ പോലെയാണ് ആ മലയോര ഗ്രാമത്തിൽ പടർന്നത്. ഇന്നലെ വരെ അവളെ പുച്ഛിച്ചവരും പരിഹസിച്ചവരും ഇന്ന് അത്ഭുതത്തോടെ ആ കൊച്ചുകുടിലേക്ക് നോക്കി നിന്നു. പിറ്റേന്ന് രാവിലെ തന്നെ നഗരത്തിൽ നിന്നും മാധ്യമപ്രവർത്തകർ ക്യാമറകളുമായി അവളുടെ മുറ്റത്തേക്ക് ഇരച്ചെത്തി. ദാരിദ്ര്യത്തിന്റെ നേർക്കാഴ്ചയായ ആ വീടും ചോർന്നൊലിക്കുന്ന മേൽക്കൂരയും അവർ തങ്ങളുടെ ക്യാമറകളിൽ പകർത്തി. ക്യാമറയുടെ ഫ്ലാഷുകൾ മിന്നിമറയുന്നതിനിടയിൽ ഒരു റിപ്പോർട്ടർ മൈക്ക് നീട്ടിക്കൊണ്ട് അവളോട് ചോദിച്ചു, ദേവിക, ഇത്രയും ദരിദ്രമായ ചുറ്റുപാടിൽ നിന്ന് ഒരുപാട് പരിഹാസങ്ങൾ സഹിച്ച് ഈ വലിയ നേട്ടം എങ്ങനെ സ്വന്തമാക്കി? തികഞ്ഞ ശാന്തതയോടെ എന്നാൽ ഉറച്ച ശബ്ദത്തിൽ അവൾ മറുപടി നൽകി, നമ്മുടെ സ്വപ്നങ്ങൾക്ക് ആകാശത്തോളം വലിപ്പമുണ്ടെങ്കിൽ മുന്നിലെ തടസ്സങ്ങൾ വളരെ ചെറുതായി തോന്നും. ദരിദ്രനായ ഒരാളുടെ സ്വപ്നങ്ങളെ സമൂഹം എക്കാലത്തും ഒരു തമാശയായി മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ എന്റെ സ്വപ്നങ്ങൾക്ക് എന്റെ വസ്ത്രങ്ങളെക്കാൾ തിളക്കമുണ്ടായിരുന്നു. അവളുടെ ആ മറുപടി കേട്ട് അവിടെ കൂടി നിന്ന പലരുടെയും മുഖം കുനിഞ്ഞു. പിറ്റേന്നത്തെ പത്രങ്ങളിൽ കീറിയ വസ്ത്രമണിഞ്ഞ് ഇന്റർവ്യൂവിന് പോയ മലയോര ഗ്രാമത്തിലെ പെൺകുട്ടിക്ക് IAS എന്ന തലക്കെട്ടോടെ അവളുടെ ചിത്രം അച്ചടിച്ചു വന്നു. എന്നാൽ പത്രത്താളുകളിലെ ആ വലിയ ആഘോഷങ്ങൾക്കിടയിലും അവളുടെ ഉള്ളിൽ ഡൽഹിയിലേക്കുള്ള യാത്രയും അമ്മയുടെ അസുഖവും ഒരു വലിയ ചോദ്യചിഹ്നമായി എരിയുന്നുണ്ടായിരുന്നു. അവളുടെ ഈ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിയ രാമൻ മാസ്റ്ററും ഗ്രാമത്തിലെ ചില നല്ല മനുഷ്യരും ചേർന്ന്
അവൾക്ക് യാത്രാ ചെലവിനുള്ള പണം സ്വരൂപിച്ചു നൽകി. നീ ധൈര്യമായി പോയി വാ മോളെ, നിന്റെ അമ്മയെ ഞങ്ങൾ നോക്കിക്കോളാം. രാമൻ മാസ്റ്റർ അവൾക്ക് ഉറപ്പ് നൽകി. ഭവാനി അമ്മയും മകളെ കെട്ടിപ്പിടിച്ച് ധൈര്യം പകർന്നു. നീ എന്റെ അസുഖത്തെ കുറിച്ചോർത്ത് വിഷമിക്കരുത്. നീ വലിയൊരു ഉദ്യോഗസ്ഥയായി തിരിച്ചു വരുന്നതും കാത്ത് ഈ അമ്മ ഇവിടെ തന്നെ ഉണ്ടാകും. കനത്ത ഹൃദയത്തോടെ നിറകണ്ണുകളോടെ അമ്മയെ അവസാനമായി ഒന്നുകൂടി തിരിഞ്ഞു നോക്കി അവൾ വണ്ടി കയറി. നീണ്ട തീവണ്ടി യാത്രയ്ക്കൊടുവിൽ അവൾ ഉത്തരേന്ത്യയിലെത്തി. അവിടെ നിന്നും പരിശീലനത്തിനായി മസൂറിയിലെ പ്രശസ്തമായ ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമിയിലേക്ക് അവൾ യാത്ര തിരിച്ചു. കോടമഞ്ഞ് പുതച്ചു നിൽക്കുന്ന ആ വലിയ അക്കാദമിയുടെ ഗേറ്റിലൂടെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ മറ്റൊരു ലോകത്തേക്ക് എത്തിയതുപോലെ അവൾക്ക് തോന്നി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഏറ്റവും മിടുക്കരായ യുവതീ യുവാക്കൾ അവിടെ ഒത്തുകൂടിയിരുന്നു. ആദ്യ ദിവസം തന്നെ അക്കാദമിയുടെ വലിയ മൈതാനത്ത് എല്ലാവരും അണിനിരന്നു. അവിടെ നിൽക്കുമ്പോൾ ദേവികയ്ക്ക് താൻ തീർത്തും ഒറ്റപ്പെട്ടവളാണെന്ന് തോന്നി. ചുറ്റുമുള്ളവരെല്ലാം വില കൂടിയ ബ്രാൻഡഡ് സ്യൂട്ടുകളും കോട്ടുകളും ധരിച്ച് അതിവേഗത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ. പലരും വലിയ സമ്പന്ന കുടുംബങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ദേവികയുടെ പക്കൽ ആകെ ഉണ്ടായിരുന്നത് 2 ജോഡി വസ്ത്രങ്ങൾ മാത്രമാണ്. നാട്ടിൽ നിന്നിറങ്ങുമ്പോൾ അമ്മ അയൽപക്കത്തു നിന്നും കടം വാങ്ങി തുന്നിച്ചു കൊടുത്ത ഒരു സാധാരണ ചുരിദാറായിരുന്നു അവളുടെ വേഷം. പരിശീലനത്തിനെത്തിയവരുടെ ഔദ്യോഗികമായ പരിചയപ്പെടുത്തൽ ആരംഭിച്ചു. ഓരോരുത്തരായി മുന്നോട്ട് വന്ന് തങ്ങളുടെ പേരും പഠിച്ച കോളേജിന്റെ പേരും അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെയും ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിന്റെയും പേരുകൾ ആ ഹാളിൽ മുഴങ്ങിക്കേട്ടു. ഒടുവിൽ ദേവികയുടെ ഊഴമെത്തി. അവൾ പതുക്കെ എഴുന്നേറ്റ് നിന്നു. എന്റെ പേര് ദേവിക. ഞാൻ കേരളത്തിലെ വയനാടുള്ള ഒരു ചെറിയ കുഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. എന്റെ വിദ്യാഭ്യാസം പൂർണ്ണമായും സർക്കാർ സ്കൂളിലായിരുന്നു. ഇത് കേട്ടതും പിന്നിലിരുന്ന ചിലർ പരസ്പരം നോക്കി ചിരിക്കുന്നത് അവൾ കണ്ടു. ഇവളല്ലേ ആ പത്രത്തിൽ വന്ന കീറിയ വസ്ത്രം ധരിക്കുന്ന കുട്ടി എന്ന് ചിലർ ഇംഗ്ലീഷിൽ അടക്കം പറഞ്ഞു. അവരുടെ ആ ചെറിയ ചിരി ആ വലിയ ഹാളിൽ പ്രതിധ്വനിച്ചു. എന്നാൽ ഇത്തവണ അവൾ തലകുനിച്ചില്ല. അവളെ നോക്കി ചിരിച്ചവരുടെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കിക്കൊണ്ട് അവൾ ഉറക്കെ പറഞ്ഞു, അതെ, ഞാൻ തന്നെയാണ് ആ പെൺകുട്ടി. അന്ന് എന്റെ വസ്ത്രങ്ങൾക്ക് കീറലുണ്ടായിരുന്നു എന്നത് സത്യമാണ്. പക്ഷേ എന്റെ സ്വപ്നങ്ങൾക്ക് യാതൊരു കീറലും ഉണ്ടായിരുന്നില്ല. അവളുടെ ആ വാക്കുകൾ കേട്ടതും ആ ഹാൾ ഒന്നടങ്കം നിശബ്ദമായി. അക്കാദമിയുടെ ഡയറക്ടർ ആദ്യമായി ഒരു ചെറുപുഞ്ചിരിയോടെ അവളെ നോക്കി അഭിനന്ദനാർഹമായി തലകുലുക്കി. പിന്നീടുള്ള ദിവസങ്ങൾ അതികഠിനമായിരുന്നു. പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റുള്ള ശാരീരിക പരിശീലനങ്ങളും തുടർച്ചയായ ക്ലാസുകളും ഫീൽഡ് ട്രെയിനിങ്ങും അവളെ വല്ലാതെ തളർത്തി. പലപ്പോഴും ഇംഗ്ലീഷ് ഭാഷയിലെ അവളുടെ പരിമിതികൾ മറ്റുള്ളവർക്ക് ഒരു തമാശയായി തോന്നി. എന്നാൽ അവൾ തോറ്റുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും അവൾ തന്റെ പോരായ്മകളെ ഓരോന്നായി തിരുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഗ്രാമീണ വികസനത്തെക്കുറിച്ച് ക്ലാസ്സിൽ ഒരു പ്രധാന പ്രസന്റേഷൻ നടത്തേണ്ട ദിവസം വന്നെത്തി. ദേവിക സ്റ്റേജിലേക്ക് കയറുമ്പോഴേക്കും ചിലരുടെ മുഖത്ത് പുച്ഛച്ചിരി ഉണ്ടായിരുന്നു. തുടക്കത്തിൽ അവളുടെ ശബ്ദമൊന്ന് ഇടറിയെങ്കിലും പെട്ടെന്ന് അവൾ തന്റെ ഗ്രാമത്തെയും അമ്മയെയും ഓർത്തു. പിന്നീട് അവൾ സംസാരിച്ചത് ഗ്രാമീണ ഇന്ത്യയുടെ യഥാർത്ഥ ഹൃദയമിടിപ്പുകളെ കുറിച്ചായിരുന്നു. പാവപ്പെട്ട മനുഷ്യരുടെ ദാരിദ്ര്യവും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും അതിനെ മറികടക്കാൻ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും അവൾ അത്യന്തം വികാരാഭരിതയായി സംസാരിച്ചു. നമ്മുടെ ഗ്രാമങ്ങളിലെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടത് നിങ്ങളുടെ സഹതാപമല്ല, മറിച്ച് ശരിയായ അവസരങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തന്റെ പ്രസന്റേഷൻ അവസാനിപ്പിച്ചു. അവൾ പറഞ്ഞു നിർത്തിയതും ആ വലിയ ഹാൾ കരഘോഷങ്ങളാൽ മുഖരിതമായി. ഇന്നലെ വരെ അവളെ കളിയാക്കിയിരുന്നവർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. അക്കാദമി ഡയറക്ടർ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അതിഗംഭീരം ദേവിക, ഞങ്ങൾക്ക് നിന്നെ ഓർത്ത് അഭിമാനം തോന്നുന്നു. ആദ്യമായി അവൾക്ക് തന്നോട് തന്നെ വലിയ അഭിമാനം തോന്നിയ നിമിഷമായിരുന്നു അത്. തന്റെ ബലഹീനതകളെ താൻ കരുത്താക്കി മാറ്റിയിരിക്കുന്നു. അന്ന് രാത്രി ഏറെ സന്തോഷത്തോടെയാണ് അവൾ തന്റെ മുറിയിലേക്ക് വന്നത്. അമ്മയോട് ഈ വിവരങ്ങളെല്ലാം പറയണമെന്നോർത്ത് ഫോൺ എടുത്തതും പെട്ടെന്ന് ഗ്രാമത്തിൽ നിന്നും രാമൻ മാസ്റ്ററുടെ കോൾ വന്നു. വലിയ ആകാംക്ഷയോടെ അവൾ കോൾ അറ്റൻഡ് ചെയ്തു. പക്ഷേ മറുതലയ്ക്കൽ മാസ്റ്ററുടെ ശബ്ദം വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു ദീർഘനിശ്വാസത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു, മോളെ, നീ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരണം. നിന്റെ അമ്മയുടെ അവസ്ഥ വളരെ മോശമാണ്. ഇപ്പോൾ ICUവിലാണ്. ആ വാക്കുകൾ കേട്ടതും അവളുടെ കയ്യിൽ നിന്നും ഫോൺ താഴേക്ക് വീണു. അവൾ നിന്ന നിൽപ്പിൽ മരവിച്ചു പോയി. ലോകം മുഴുവൻ തനിക്ക് ചുറ്റും വട്ടം കറക്കുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. തന്റെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ വിധി വീണ്ടും അവളെ ഇരുട്ടിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. മാസ്റ്ററുടെ ഫോൺ കോൾ കാതുകളിൽ മുഴങ്ങിയ ആ നിമിഷം ദേവികയുടെ ലോകം നിശ്ചലമായി. കയ്യിൽ നിന്നും ഫോൺ താഴെ വീണ ശബ്ദത്തെക്കാൾ വലിയൊരു പൊട്ടിത്തെറി അവളുടെ ഉള്ളിലുണ്ടായി. തന്റെ ഏറ്റവും വലിയ വിജയത്തിന്റെ നെറുകയിൽ നിൽക്കുമ്പോൾ ജീവന്റെ പാതിയായ അമ്മ മരണത്തോട് മല്ലിടുകയാണെന്ന സത്യം ഉൾക്കൊള്ളാൻ അവൾക്കായില്ല. പിറ്റേന്ന് പുലർച്ചെ തന്നെ ഡൽഹിയിൽ നിന്നും നാട്ടിലേക്കുള്ള വിമാനത്തിൽ അവൾ കയറി. മണിക്കൂറുകൾ നീണ്ട ആ യാത്രയിൽ ഒരു നിമിഷം പോലും അവളുടെ കണ്ണുകൾ ഉറക്കത്തിലേക്ക് വഴുതി വീണില്ല. ദൈവമേ, എന്റെ അമ്മയെ എനിക്ക് തിരികെ തരണേ. എന്റെ സന്തോഷങ്ങൾ കാണാൻ ആരുമില്ലാതെ ഞാൻ എന്തു ചെയ്യാനാണ് എന്ന് ഹൃദയം പൊട്ടി അവൾ പ്രാർത്ഥിച്ചു. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും അവൾ നേരെ വയനാട്ടിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് കുതിക്കുമ്പോൾ വഴിയരികിലെ കാഴ്ചകളൊന്നും അവൾ കാണുന്നുണ്ടായിരുന്നില്ല. ആശുപത്രിയുടെ ICU വരാന്തയിൽ എത്തുമ്പോഴേക്കും അവളുടെ കാലുകൾ കുഴയുന്നുണ്ടായിരുന്നു. അവിടെ തളർന്നിരിക്കുന്ന രാമൻ മാസ്റ്ററെ കണ്ടതും അവൾ ഓടിച്ചെന്ന് ആ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. ഡോക്ടർമാരുടെ പ്രത്യേക അനുമതിയോടെ ICU വാതിൽ തുറന്ന് അവൾ അകത്തേക്ക് കയറി. അവിടെ നിരവധി മെഡിക്കൽ ഉപകരണങ്ങളുടെയും
ട്യൂബുകളുടെയും നടുവിൽ തീർത്തും മെലിഞ്ഞൊട്ടി ജീവച്ഛവമായി കിടക്കുന്ന തന്റെ അമ്മയെ കണ്ടതും ദേവികയുടെ ശ്വാസം നിലച്ചുപോയി. ഓടിച്ചെന്ന് അവൾ ആ തണുത്ത കൈകൾ സ്വന്തം നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അമ്മേ! അവളുടെ വിളി കേട്ടതും വളരെ പ്രയാസപ്പെട്ട് ഭവാനി കണ്ണുകൾ തുറന്നു. മുന്നിൽ നിൽക്കുന്ന സ്വന്തം മകളെ കണ്ടതും ആ ചുഴി വീണ മുഖത്ത് അതുവരെ ഉണ്ടായിരുന്ന വേദനകൾ മറന്നുകൊണ്ടുള്ള ഒരു മനോഹരമായ പുഞ്ചിരി വിടർന്നു. ഏറെ പണിപ്പെട്ട് നേർത്ത ശബ്ദത്തിൽ അവർ പറഞ്ഞു, എന്റെ കളക്ടർ കുട്ടി വന്നല്ലോ. ദേവിക പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അമ്മയ്ക്ക് ഒന്നുമില്ല അമ്മേ, ഞാൻ വന്നില്ലേ. നമുക്ക് എത്രയും പെട്ടെന്ന് അസുഖം മാറ്റി വീട്ടിൽ പോകണം. എനിക്ക് അമ്മയെ ഒരുപാട് സ്നേഹിക്കണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരണം. എന്നാൽ ഭവാനി അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, കരയല്ലേ മോളെ, അച്ഛന്റെ സ്വപ്നം നീ നിറവേറ്റിയല്ലോ. അത് കാണാൻ ദൈവം എനിക്ക് അനുവദിച്ചു തന്ന സമയമാണിത്. ഈ അമ്മയ്ക്ക് ഇനി സമാധാനമായി പോകാം. പെട്ടെന്നാണ് ആ മുറിയിലെ മെഡിക്കൽ മോണിറ്ററുകളിൽ നിന്നുള്ള ശബ്ദം ഉയർന്നത്. മെഡിക്കൽ ടീം ഓടിയെത്തി ദേവികയെ പുറത്തേക്ക് മാറ്റി. ഏതാനും നിമിഷങ്ങൾ നീണ്ട കനത്ത നിശബ്ദതയ്ക്കൊടുവിൽ പുറത്തു വന്ന ഡോക്ടർ മെല്ലെ തലയാട്ടി. സോറി, ഞങ്ങൾക്ക് അവരെ രക്ഷിക്കാനായില്ല. ദേവികയുടെ ലോകം അവിടെ പൂർണ്ണമായും തകർന്നു വീണു. പട്ടിണി കിടന്നും അപമാനങ്ങൾ സഹിച്ചും തന്നെ ഈ നിലയിലെത്തിച്ച ആ അമ്മ, താൻ അവർക്കൊരു നല്ല ജീവിതം നൽകാൻ പ്രാപ്തയായ ആ നിമിഷത്തിൽ തന്നെ എന്തെന്നേക്കുമായി വിട്ടുപിരിഞ്ഞിരിക്കുന്നു. പിറ്റേന്ന് ആ കൊച്ചുകുടിലിന്റെ മുറ്റത്ത് ഗ്രാമം മുഴുവൻ തടിച്ചുകൂടിയിരുന്നു. ഒരിക്കൽ അവളെയും അമ്മയെയും നോക്കി പരിഹസിച്ചവരുടെയെല്ലാം കണ്ണുകൾ അന്ന് നിറഞ്ഞിരുന്നു. സ്വന്തം ചെയ്തികളെ ഓർത്ത് അവർ അങ്ങേയറ്റം ലജ്ജിച്ചു. ചിതയെരിയുമ്പോൾ രാമൻ മാസ്റ്റർ ദേവികയുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ അമ്മ ഒരു വലിയ പോരാളിയായിരുന്നു മോളെ. അവർക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു തീർത്തിട്ടാണ് അവർ മടങ്ങിയത്. ഇനി നീ തളരരുത്. ആകാശത്തേക്ക് ഉയരുന്ന പുകച്ചുരുളുകളിലേക്ക് നോക്കി ശൂന്യമായ മനസ്സോടെ അവൾ നിന്നു. ജീവിതം അതിന്റെ ഏറ്റവും വലിയ സന്തോഷത്തിനൊപ്പം ഏറ്റവും വലിയ സങ്കടവും തനിക്ക് നൽകിയിരിക്കുന്നു എന്ന് അവൾ തിരിച്ചറിഞ്ഞു. മാസങ്ങൾക്ക് ശേഷം അവൾ വീണ്ടും അക്കാദമിയിലേക്ക് മടങ്ങി. ഉള്ളിലെ അടങ്ങാത്ത സങ്കടം അവളെ കൂടുതൽ കരുത്തയാക്കുകയാണ് ചെയ്തത്. തന്റെ അമ്മയുടെയും അച്ഛന്റെയും സ്വപ്നങ്ങൾക്ക് വേണ്ടി അവൾ രാപ്പകലില്ലാതെ പ്രയത്നിച്ചു. കഠിനമായ പരിശീലനങ്ങൾക്കൊടുവിൽ ആ ചരിത്ര നിമിഷം വന്നെത്തി. പാസിംഗ് ഔട്ട് പരേഡ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവ ഉദ്യോഗസ്ഥർ അവരുടെ ഔദ്യോഗിക യൂണിഫോമിൽ മൈതാനത്ത് അണിനിരന്നു. ഗാലറിയിൽ ഉദ്യോഗാർത്ഥികളുടെ മാതാപിതാക്കളും ബന്ധുക്കളും അഭിമാനത്തോടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ദേവികയുടെ കണ്ണുകൾ ഗാലറിയുടെ ശൂന്യമായ സീറ്റുകളിൽ ഉടക്കി നിന്നു. പെട്ടെന്ന് മൈക്കിലൂടെ ആ പേര് മുഴങ്ങി കേട്ടു, ദേവിക രാഘവൻ. മൈതാനം മുഴുവൻ വലിയ കരഘോഷങ്ങളാൽ മുഖരിതമായി. പൂർണ്ണമായ ഔദ്യോഗിക ബഹുമതികളോടെ അഭിമാനത്തോടെ അവൾ മുന്നോട്ട് നടന്നു. വേദിയിലുണ്ടായിരുന്ന മുഖ്യാതിഥി അവൾക്ക് മെഡൽ അണിയിച്ചു. അക്കാദമി ഡയറക്ടർ സ്നേഹത്തോടെ അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, യു ആർ എ റിയൽ ഇൻസ്പിറേഷൻ ദേവിക. മെഡലണിഞ്ഞ നെഞ്ചോടെ അവൾ ആകാശത്തേക്ക് നോക്കി മനസ്സിൽ പറഞ്ഞു, അമ്മേ നോക്കൂ, ഞാൻ ജയിച്ചു. നിങ്ങളുടെ സ്വപ്നം ഞാൻ സാധിച്ചെടുത്തു. പരിശീലനത്തിന് ശേഷം തന്റെ സ്വന്തം ജില്ലയിൽ തന്നെ സബ് കളക്ടറായിട്ടായിരുന്നു ദേവികയുടെ ആദ്യത്തെ പോസ്റ്റ്. ഔദ്യോഗിക ചിഹ്നങ്ങളുള്ള ഗവൺമെന്റ് കാറിൽ എസ്കോർട്ട് വാഹനങ്ങളുടെ അകമ്പടിയോടെ അവൾ തന്റെ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു. അവിടുത്തെ കാഴ്ചകൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. കീറിയ വസ്ത്രങ്ങൾ ധരിച്ച് അവൾ നടന്ന അതേ റോഡിന്റെ ഇരുവശങ്ങളിലും അവളെ കാണാൻ നൂറുകണക്കിന് ആളുകൾ കാത്തു നിന്നിരുന്നു. ഒരിക്കൽ അവളെ കളിയാക്കിയ ഗ്രാമത്തിലെ പലരും ഇന്ന് ഇരു കൈകളും കൂപ്പി ആദരവോടെ തലകുനിച്ചു നിൽക്കുന്നു. കുട്ടികൾ ആവേശത്തോടെ കൈയടിച്ചു. എന്നാൽ കാറിൽ നിന്നിറങ്ങിയ അവൾക്ക് യാതൊരു അഹങ്കാരവും ഉണ്ടായിരുന്നില്ല. അവൾ നേരെ പോയത് തന്റെ അച്ഛൻ പ്യൂണായി ജോലി ചെയ്തിരുന്ന ആ പഴയ സർക്കാർ LP സ്കൂളിലേക്കാണ്. സ്കൂളിന്റെ ചോർന്നൊലിക്കുന്ന മേൽപ്പുരയും തകർന്ന ഭിത്തികളും കണ്ട് അവൾ ഒപ്പമുണ്ടായിരുന്ന വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകി. അടുത്ത ഒരു മാസത്തിനുള്ളിൽ ഈ സ്കൂളിന്റെ മുഖച്ഛായ മാറിയിരിക്കണം. ഇവിടെ പഠിക്കുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിച്ചിരിക്കണം. അധികം വൈകാതെ തന്നെ ആ ജില്ലയിലെ സർക്കാർ ആശുപത്രികളിലും സ്കൂളുകളിലും വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. പാവപ്പെട്ട കുട്ടികൾക്കായി പ്രത്യേക സ്കോളർഷിപ്പുകൾ അവൾ ഏർപ്പെടുത്തി. ഇന്റർവ്യൂവിന് പോയ സമയത്ത് തന്നെ സഹായിച്ച ആ ശുചീകരണ തൊഴിലാളിയായ അമ്മയെ പോലുള്ള നിരവധി പാവപ്പെട്ട സ്ത്രീകൾക്ക് അവൾ പുതിയ ഭവന പദ്ധതികൾ ആവിഷ്കരിച്ചു. അന്നു രാത്രി ഗ്രാമത്തിലെ ഔദ്യോഗിക സന്ദർശനങ്ങൾ കഴിഞ്ഞ് അവൾ തന്റെ പഴയ കുടിലിന് മുന്നിലെത്തി. ആ പഴയ മൺചുവരുകൾക്കും ചോർന്നൊലിക്കുന്ന ഓല മേൽക്കൂരയ്ക്കും ഒരു മാറ്റവും വന്നിരുന്നില്ല. പൂർണ്ണ നിശബ്ദത നിറഞ്ഞ ആ രാത്രിയിൽ മുറ്റത്ത് തനിച്ചു നിൽക്കുമ്പോൾ ഒരു ഇളം തെന്നൽ അവളെ തലോടി കടന്നുപോയി. അമ്മയുടെ സ്നേഹം പോലെ അത് അവൾക്ക് അനുഭവപ്പെട്ടു. തലയുയർത്തി നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്ന വിശാലമായ ആകാശത്തേക്ക് നോക്കി വളരെ ശാന്തമായി അവൾ മന്ത്രിച്ചു. ദാരിദ്ര്യം ഒരു മനുഷ്യന്റെ വസ്ത്രങ്ങളെ കീറിപ്പറിഞ്ഞതാകാം, പട്ടിണി അവനെ തളർത്തിയേക്കാം. എന്നാൽ ഉള്ളിലെ അഗ്നി കെടാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ആകാശത്തോളം പോന്ന അവന്റെ സ്വപ്നങ്ങളെ കീറിയെറിയാൻ ഈ ലോകത്ത് ഒന്നിനുമാകില്ല. ഒരു പുഞ്ചിരിയോടെ അവൾ തിരിഞ്ഞു നടക്കുമ്പോൾ ആ ഗ്രാമത്തിന്റെ മാത്രമല്ല, ലക്ഷക്കണക്കിന് പാവപ്പെട്ട മനുഷ്യരുടെ പ്രതീക്ഷകളുടെ പൊതുവെളിച്ചമായി അവൾ മാറിയിരുന്നു. വസ്ത്രങ്ങളിലെ കീറലുകളോ വീടിന്റെ ചോർന്നൊലിക്കുന്ന മേൽക്കൂരയോ നോക്കിയല്ല നമ്മൾ ഒരു മനുഷ്യന്റെയും സ്വപ്നങ്ങളുടെ വലിപ്പം അളക്കേണ്ടത് എന്ന വലിയ പാഠമാണ് ഈ കഥ സമൂഹത്തിന് നൽകുന്നത്. ദാരിദ്ര്യം എന്നത് ഒരു വ്യക്തിയുടെ കഴിവുകേടല്ല, മറിച്ച് അതൊരു ജീവിത സാഹചര്യം മാത്രമാണ്. പലപ്പോഴും സമൂഹത്തിന്റെ കണ്ണുകൾക്ക് പുറമോടികളിലും സമ്പത്തിലും മാത്രമാണ് തിളക്കം കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തമായി നല്ലൊരു വസ്ത്രം പോലും ഇല്ലാത്തവർ
വലിയ സ്വപ്നങ്ങൾ കാണുമ്പോൾ സമൂഹം അവരെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ പരിഹാസചിരികൾക്ക് മുന്നിൽ തളർന്നു പോകാതെ അവയെ തന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള ഇന്ധനമാക്കി മാറ്റാൻ കഴിയുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ വിജയിക്കുന്നത്. ഇല്ലായ്മകളുടെ നടുവിൽ നിന്നുകൊണ്ട് പൊരുതുന്ന ഒരാൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലായിരിക്കാം, എന്നാൽ നേടിയെടുക്കാൻ വലിയൊരു ലോകം തന്നെയുണ്ട്. ഒരു പെൺകുട്ടിയുടെ കണ്ണുനീരിനും അവൾക്ക് വേണ്ടി പട്ടിണി കിടന്ന ഒരു അമ്മയുടെ വിയർപ്പിനും കാലത്തിന്റെ ചരിത്രം തിരുത്തി എഴുതാൻ കഴിയുമെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സമൂഹത്തിലെ ഉന്നത പദവികൾ പണക്കാർക്ക് മാത്രമുള്ളതല്ലെന്നും കഠിനാധ്വാനവും അർപ്പണബോധവും ഉണ്ടെങ്കിൽ ഏത് സാധാരണക്കാരനും അവിടത്തേക്ക് നടന്നെത്താമെന്നും ഇത് തെളിയിക്കുന്നു. അതിനാൽ ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ തിരുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇനി ഒരിക്കലും ഒരാളുടെയും ഇല്ലായ്മകളെയും സാഹചര്യങ്ങളെയും നോക്കി നമ്മൾ പരിഹസിക്കരുത്. ആ കീറിയ വസ്ത്രങ്ങൾക്കുള്ളിൽ ഒരുപക്ഷെ നാളെയുടെ തലവരം മാറ്റിയെഴുതാൻ പോന്ന വലിയൊരു അഗ്നി എരിയുന്നുണ്ടാകാം. അവരെ പരിഹസിക്കുന്നതിന് പകരം ഒരു ചെറിയ കൈത്താങ്ങ് നൽകാൻ നമുക്ക് കഴിഞ്ഞാൽ അതൊരു വലിയ മാറ്റത്തിന് തുടക്കമാകും. അതുപോലെ തന്നെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ഓരോരുത്തരോടും ഈ കഥ പറയുന്നത് മറ്റൊന്നുമല്ല, പ്രതിസന്ധികളിൽ ഒരിക്കലും തളരരുത്. മറ്റുള്ളവരുടെ അപമാനങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള കരുത്താക്കി മാറ്റുക. നിങ്ങളുടെ ഇന്നത്തെ കണ്ണീരായിരിക്കും നാളത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ ചിരി. കാരണം ദാരിദ്ര്യം നിങ്ങളുടെ വസ്ത്രങ്ങളെ കീറിപ്പറിഞ്ഞതാക്കാം, എന്നാൽ നിങ്ങളുടെ ഉള്ളിലെ നെഞ്ചുറുപ്പിനെയോ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെയോ കീറിയേറിയാൻ ഈ ലോകത്ത് ഒന്നിനുമാകില്ല. ഇതാണ് ഈ കഥ നൽകുന്ന ഏറ്റവും മനോഹരമായ സന്ദേശം. പ്രിയപ്പെട്ടവരെ, ഹൃദയസ്പർശിയായ ഈ കഥ നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമന്റും താഴെ രേഖപ്പെടുത്തണം. കൂടാതെ വീഡിയോക്ക് ഹൈപ്പും കൂടെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു കഥയുമായി കാണുന്നവരെ സ്നേഹത്തോടെ നന്ദി മാത്രം.